നമുക്ക് ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മളെ ഇഗ്നോർ ചെയ്യുമ്പോൾ, അല്ലെ, അവഗണിക്കുമ്പോൾ, നമ്മളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് അവരുടെ മൈൻഡിൽ സ്ഥാനം ഉണ്ടാവും എന്ന് വിചാരിച്ചൊരു വ്യക്തി അവരെ മുമ്പിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ അവരെ മൈൻഡിൽ എവിടെയില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. നമുക്ക് ഭയങ്കര സങ്കടമാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൺമുമ്പിൽ ഉണ്ടായിട്ട് നമ്മളെ കാണാത്ത മട്ടിൽ നിൽക്കുന്ന ഒരു ആൾക്കാർ. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തി വേദനിക്കും. എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മളുടെ അടുത്തൊക്കെ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മളോട് സോറി പറയണം, നമ്മളോട് ഐ ലവ് യു പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഹോപ്പനോപ്പനോടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണൂട്ടോ. അതൊരു നല്ല ടെക്നിക്കാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പെയിൻ അതേ ഇന്റൻസിറ്റിയിൽ മനസ്സിലാക്കാൻ നമുക്കാണ് സാധിക്കുക. നമ്മൾ പറയുന്നതിനെ അറ്റ്ലീസ്റ്റ് ജഡ്ജ് ചെയ്യാതെ തിരിച്ചറിഞ്ഞ് കേൾക്കുന്ന ഒരു വ്യക്തിയെ കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യം. പലപ്പോഴും അങ്ങനെയല്ല. ആ വ്യക്തികൾ അവരുടെ രീതിയിലാണ് അത് കേൾക്കാൻ ഉദ്ദേശിക്കുക. പലപ്പോഴും അവരുടെ സങ്കടങ്ങളായിട്ട് അവർ താരതമ്യം ചെയ്തിട്ട് പറയും, എനിക്ക് ഇങ്ങനെയല്ലല്ലോ ഉണ്ടായത്, അതൊക്കെ എനിക്കുണ്ടായിരുന്നപ്പോ ഇത്രയാണല്ലോ ഉണ്ടായത്. ഇമോഷണൽ ലെവലിൽ രണ്ടുപേരുടെയും ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക പല കാര്യങ്ങളും. നമ്മൾ പലരും ഓവർകം ചെയ്യണം, അതിൽ ഒരു സെൻസിറ്റീവ് പേഴ്സൺ ഓവർകം ചെയ്യാൻ പറ്റില്ല. അവർക്ക് വളരെ നിസ്സാരമായിട്ടുള്ളതിനെ കൂടി ഹെവി പെയിൻ ഉണ്ടാവും. ഒരാൾ ആരുടെയും മുമ്പിൽ ഒരു ബഫൂൺ മാതിരി അല്ലെങ്കിൽ ഒരു ജോക്കർ മാതിരി നിൽക്കണം എന്നില്ല. ഉള്ളിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വെറുതെ വന്ന് പുഞ്ചിരിച്ച് നിൽക്കാൻ എല്ലാവർക്കും ആവണമെന്നില്ല. പലരും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരറിയണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്ത് നമ്മുടെ വിഷമം അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് മറ്റുള്ളവർ അറിയണ്ട, വീട്ടുകാരെ വിഷമിക്കില്ലേ, വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട. പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സെൽഫിഷ് ആവുന്നു ചിന്തിക്കണം. പക്ഷെ ഒരു ജീവിതം തന്നെ നമ്മൾ ഇല്ലാണ്ടാക്കി ഈ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു റീസണിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ഈ ഒരു വായ അടച്ചിട്ട് മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ടല്ലേ. ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റണം. നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ ഇഷ്ടമില്ല എന്ന് പറയാൻ സാധിക്കണം. അവിടെയാണ് പ്രാധാന്യം. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാത്തത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഹെവി ആയിട്ടുള്ളൊരു പെയിനാണ് ഉണ്ടാവുന്നത്. നമുക്കിങ്ങനെ അടക്കി വെച്ചൊരു ഫീലാണ്. അപ്പൊ നമ്മളിത് ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അത് റൈറ്റ് ആവണമെന്നില്ല. അതുകൊണ്ടുണ്ടാവുന്ന കുഴപ്പങ്ങളുണ്ട്. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് കൊടുക്കേണ്ട പ്രാധാന്യം വളരെ പ്രധാനമാണ്. ഒരു ദിവസത്തിൽ നിങ്ങൾ നിങ്ങൾക്കായി കുറച്ച് സമയം വെച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് സമയം സംസാരിക്കണം. സാരില്ല, ഞാൻ ഇന്നതൊക്കെ ചെയ്തില്ല, ഇത്രയും എനിക്ക് സാധിച്ചില്ലേ, ശരി, എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സാരില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തതിന്റെ റീസൺ എന്താണ്? റീസൺ പറഞ്ഞിട്ടില്ലെങ്കിൽ റീസൺ ഇല്ലാത്തത് അത് പറയാൻ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രാധാന്യം അവർക്ക് കൊടുത്തു, ഇത്രയും ഇഷ്ടപ്പെട്ടു, എന്നിട്ടും അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാണ് അവർക്ക് വേണ്ടി വേദനിക്കുന്നത്? എനിക്ക് അവരോട് എന്തിനാണ്, അവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതിന് ഞാൻ എന്തിനാണ് അവരോട് വൈരാഗ്യവും ദേഷ്യവും വിചാരിക്കണത്? പാവം എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് നമ്മളെ ഈ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം. പകരം നമ്മൾ ഇതിനെ വേദനിക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ പോകണമെങ്കിൽ നമുക്കുണ്ടാവുന്ന പെയിൻ ഹെവി ആയിരിക്കും.